ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെയെങ്കിലും സെമിനാറിൽ പങ്കെടുക്കാത്തവർ നമ്മുടെ ഇടയിൽ കുറവായിരിക്കും അല്ലേ? ചില സുഹൃത്തുക്കൾ നിരന്തരമായി ഇതിൻ്റെ പേരിൽ ശല്യം ചെയ്യുന്ന അനുഭവവും മിക്കവർക്കും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ ടെക്നോളജിയുടെ കടന്നുകയറ്റവും കൊമേഴ്സ് കമ്പനികളുടെ വരവും ഇല്ലായിരുന്നെങ്കിൽ ലോകം കീഴടക്കാൻ പോകുന്ന ഒരു ബിസിനസ് മാതൃകയായിരുന്നു MLM അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, 1960 കാലങ്ങളിൽ നിലനിന്നിരുന്ന ബിസിനസ് ആശയത്തിന് ഇന്നും കാര്യമായ ഒരു അപ്ഡേഷനുമില്ലാതെ കാലഹരണപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആശയമായി മാറിയിരിക്കുകയാണ് ഇന്ന് MLM. कोई कॉलेज डिग्री की जरूरत नहीं, कोई स्किल्स की जरूरत नहीं, आप भी पा सकते हैं फाइनेंशियल फ्रीडम. बस कुछ पैसे इन्वेस्ट करने की जरूरत है और ये समझ लीजिए 25 दिन में करीब पैसे डबल. 80-90 കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടും വിപ്ലവം സൃഷ്ടിച്ച ഒരു ബിസിനസ് ആശയം. എന്നാൽ അതിനുശേഷം ഇന്നുവരെ ചെന്നുപെട്ട മിക്ക രാജ്യങ്ങളിലും മണി ചെയിനുമായി ബന്ധിക്കപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ള ബിസിനസ് ആശയം. The beauty and wellness products company Amway is now under fire by the Enforcement Directorate for running a pyramid scheme. ബാംഗ്ലൂർ ആസ്ഥാനമായ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. പിന്നീട് വിശ്വാസ്യത ഉറപ്പിക്കാൻ നന്നേ പാടുപെടേണ്ടി വന്ന ഒരു ബിസിനസ് മേഖല ഡയറക്റ്റ് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ആ ബിസിനസ് ആശയം ആരുടെ തലയിലാണ് ആദ്യമായി ഉദിച്ചത്? എങ്ങനെയാണ് അവർ അതിൽ വിജയിച്ചത്? മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. വർഷം 1926. അമേരിക്കയിലെ മിഷിഗണിൽ ജനിച്ച 2 കുട്ടികൾ. അതാണ് റിച്ച് ഡിവോസും ജെയ്വാൻ ആൻഡിലും. ഇരുവരും പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് സുഹൃത്തുക്കളാണ്. റാപ്പിഡ്സിലെ ക്രിസ്ത്യൻ ഹൈസ്കൂളിലായിരുന്നു ഇരുവരുടെയും പഠനം. കോളേജിലേക്ക് മാറിയപ്പോഴും അവരുടെ സൗഹൃദം വളരെ നല്ല രീതിയിൽ നിലനിന്നു പോയിരുന്നു. ഈ കാലത്താണ് ഇരുവർക്കും ബിസിനസ് ചെയ്ത് തങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കണം എന്ന ചിന്തയുണ്ടാകുന്നത്. ഇരുവരും തമ്മിൽ പലതരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ ചർച്ച ചെയ്യുവാൻ തുടങ്ങി. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം റിച്ച് ഡിവോസും ജെയ്വാൻ ആൻഡിലും 1944 തൊട്ട് 1946 വരെയുള്ള 2 വർഷക്കാലം അമേരിക്കൻ ആർമിയിൽ സേവനമനുഷ്ഠിച്ചു. ഇരുവരുടെയും സൈനിക സേവനത്തിന് ലഭിച്ച പണം ഉപയോഗിച്ച് അതിനുശേഷം വോൾവർലൈൻ എയർ സർവീസ് എന്ന ഫ്ലൈയിങ് സ്കൂൾ ആരംഭിച്ചു. എന്നാൽ 2 വർഷം കൊണ്ട് തന്നെ ആ ബിസിനസ് തകർന്നു. അവിടെ അവർ തളരാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് അനവധി ബിസിനസ്സുകൾ ചെയ്തു. പക്ഷേ എല്ലാത്തിലും പരാജയം മാത്രമായിരുന്നു. അവസാനം ന്യൂട്രലൈറ്റ് എന്ന പോഷകാഹാര സപ്ലിമെന്റ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായി പ്രവർത്തിച്ചു. ഇത് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ന്യൂട്രലൈറ്റ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടിംഗ് രീതി തന്നെയാണ് അവരെ ആകർഷിച്ചത്. ഒരു റീറ്റെയിൽ ഷോപ്പിൽ കൂടി ആയിരുന്നില്ല ന്യൂട്രലൈറ്റ് അവരുടെ പ്രോഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഡിസ്ട്രിബ്യൂട്ടർ തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി വിൽപ്പന നടത്തുന്ന രീതിയായിരുന്നു അത്. ഈ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കമ്മീഷനായാണ് അവരുടെ വരുമാനം ലഭിച്ചിരുന്നത്. ന്യൂട്രലൈറ്റ് കമ്പനി സ്വീകരിച്ചിരിക്കുന്ന വിതരണ ആശയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പല തട്ടുകളിൽ നിന്നുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടറാക്കി മാറ്റുന്ന, അതിലൂടെ വരുമാനമുണ്ടാക്കാനാവുന്ന ഒരു നൂതന ബിസിനസ് രീതി അവർ നിർമ്മിച്ചെടുത്തു. ഉപഭോക്താക്കളും വിതരണക്കാരും ഒരേ ആൾക്കാരാകുന്ന പ്രത്യേകതരം ബിസിനസ് രീതി. ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഉൽപ്പന്നത്തിൻ്റെ ലാഭവിഹിതം ലഭിക്കുന്ന വളരെ വ്യത്യസ്തമായ വിപണന രീതി. അതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ MLM. ഇത് അന്ന് വരെ ഉണ്ടായിരുന്ന ബിസിനസ് രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന 100 രൂപയുടെ ഒരു ഉൽപ്പന്നത്തിന് യഥാർത്ഥത്തിൽ അതിൻ്റെ 40% മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ബാക്കി 60% പല തട്ടുകളിൽ കൈമറിഞ്ഞ് നമുക്ക് നഷ്ടം വരുത്തുന്നതാണ്. വിശദമായി പറഞ്ഞാൽ, ഒരു മാനുഫാക്ചറിംഗ് കമ്പനി തങ്ങളുടെ ഉൽപ്പന്നം ഒരു C&F ഏജൻറ്റിന് കൈമാറുന്നു. C&F ഏജൻ്റ് അത് ഒരു സ്റ്റോക്കിസ്റ്റിന് കൈമാറുന്നു. സ്റ്റോക്കിസ്റ്റ് അതൊരു സൂപ്പർ സ്റ്റോക്കിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പിനോ കൈമാറുന്നു. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നും അത് റീറ്റെയിൽ ഷോപ്പിലെത്തുന്നു. അവിടെ നിന്നും ഉപഭോക്താവിൻ്റെ കൈകളിലെത്തുന്നു. ഈ പലതരം തട്ടുകളിൽ ഏകദേശം 50% രൂപ ഉപഭോക്താവിന് നഷ്ടമാവുന്നു. ബാക്കി വരുന്ന 10% ഉൽപ്പന്നത്തിൻ്റെ പരസ്യങ്ങൾക്കായി പോകുന്നു. എന്നാൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഈ തട്ടുകളെല്ലാം ഒഴിവാക്കി
കമ്പനിയും ഉപഭോക്താവും നേരിട്ട് പ്രവർത്തിക്കുന്നു. എന്നാൽ ഇവിടെ വരുന്ന 60% പണം ഉപഭോക്താവിന് തന്നെ തിരിച്ചു നൽകുന്ന തരത്തിലായിരുന്നു ഈ ബിസിനസ് ആശയം വികസിപ്പിച്ചത്. ഇത്രയും മനോഹരമായ ഒരു ബിസിനസ് ആശയം നടപ്പിലാക്കാൻ 1959 റിച്ചർഡ് വോസും ജെയ്വാൻ ആൻഡിലും ഒരു കമ്പനി ഫോം ചെയ്തു. അതാണ് അമേരിക്കൻ വേ അഥവാ ആംവേ കോർപ്പറേഷൻ. കമ്പനിയുടെ ആദ്യ പ്രോഡക്റ്റ് LOC അഥവാ ലിക്വിഡ് ഓർഗാനിക് ക്ലീനർ ആയിരുന്നു. പിന്നീട് അവർ ഡീലർമാരായിരുന്ന ന്യൂട്രലൈറ്റും ആംവയുടെ ഭാഗമായി. ഓരോ ഉപഭോക്താവും ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരാകുകയും മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ അവരെ ഡീലറാക്കുകയും ഇങ്ങനെ ഡീലർമാരെ ചേർത്ത് നെറ്റ്വർക്ക് വിപുലമാക്കുകയും അതുവഴി ലാഭവിഹിതം ഷെയർ ചെയ്യുകയും ചെയ്യുന്ന രീതി വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. പതിയെ കമ്പനി വളരുവാൻ തുടങ്ങി. ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുമായി ഈ ബിസിനസ് ആശയം വ്യാപിക്കുവാൻ തുടങ്ങി. 1980-90കളായപ്പോഴേക്കും 100-ലധികം രാജ്യങ്ങളിലേക്ക് ആംവേ പടർന്നു പന്തലിച്ച് ഒരു ആഗോള ബ്രാൻഡായി മാറിയിരുന്നു. ഇതിനിടയിൽ ഇതേ ബിസിനസ് ആശയം പിന്തുടർന്ന് പലതരം കമ്പനികൾ പിറവിയെടുത്തു. ഇന്ത്യയിൽ 1996 മോഡി കെയർ എന്ന കമ്പനിയാണ് ആദ്യമായി MLM ആശയം അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ ആംവേ ഇന്ത്യയിലുമെത്തി. ലോകം മുഴുവൻ ഈ ബിസിനസ് ശൈലി വ്യാപിച്ചപ്പോൾ ഇതേ പിരമിഡ് സ്കീമുകൾ പിന്തുടർന്ന് പലതരം മണി ചെയിൻ സ്കീമുകളും ലോകം മുഴുവൻ വ്യാപകമായി. ഇതോടെ ഈ ആശയം കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ കാരണമായി. Products are primarily distributed through a network of maybe 4 million members in over 100 countries. The beauty and wellness products company Amway is now under fire by the Enforcement Directorate for running a pyramid scheme. ED has also added that Amway's purpose is not to sell its exorbitantly priced products, but instead to induce the public to sign up as members of its get-rich schemes. And this led to ED attaching assets of Amway India Enterprises Private Limited worth over 757.7 crores. ഇതോടെ പല രാജ്യങ്ങളും സാമ്പത്തിക ക്രമക്കേടിന്റെ പേരിൽ പല കമ്പനികൾക്കുമെതിരെ കേസുകൾ ഫയൽ ചെയ്യാൻ തുടങ്ങി. 3 million distributors. It's a huge business that's also created a huge controversy with high-profile supporters and detractors doubling down. Now ABC's chief investigative correspondent Brian Ross with details of our undercover investigation. പിന്നീട് വലിയ നിയമ പോരാട്ടങ്ങൾ തന്നെ വേണ്ടിവന്നു മിക്ക കമ്പനികൾക്കും പിടിച്ചു നിൽക്കാൻ. ആംവേ ഉൾപ്പെടെ പല കമ്പനികളും പല രാജ്യത്തു നിന്നും പിന്തിരിയേണ്ടി വന്നു. അങ്ങനെ അത്രയും കാലം വലിയ വിപ്ലവം സൃഷ്ടിച്ചു നിന്ന MLM മാർക്കറ്റിംഗ് പതിയെ അധപ്പതനത്തിൻ്റെ പാതയിലേക്കായി. പിന്നീട് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും MLM മാർക്കറ്റിങ്ങിന് ചില മാനദണ്ഡങ്ങളോടുകൂടി അനുമതി നൽകി. പക്ഷേ അപ്പോഴേക്കും വിപണി ഇ-കൊമേഴ്സ് കമ്പനികൾ കൈയടക്കിയിരുന്നു. MLM-നേക്കാൾ ഇരട്ടിയിലധികം ഫെസിലിറ്റി നൽകുന്ന ഇ-കൊമേഴ്സ് ഇന്ന് ലോകം മുഴുവനുള്ള ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ബിസിനസ് സംവിധാനമാണ്. മുട്ടുസൂചി മുതൽ ബ്രാൻഡഡ് വസ്തുക്കൾ വരെ ഇ-കൊമേഴ്സിൽ നിന്ന് ആളുകൾക്ക് നേരിട്ട് വാങ്ങാം. കമ്പനിയും കസ്റ്റമേഴ്സിനും ഇടയിൽ ഒരേ ഒരു വിതരണക്കാരൻ മാത്രമായതുകൊണ്ട് തന്നെ വലിയ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. ഏതുതരം പ്രോഡക്റ്റും അനായാസം കണ്ടെത്താം. ഏത് പ്രൈസ് റേഞ്ചിലുമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങാം. പണം മുൻപേർ കൊടുക്കുകയോ ഡെലിവറി സമയത്ത് കൊടുക്കുകയോ ചെയ്യാം. വീട്ടിൽ തന്നെ ഇരുന്ന് ഏത് സാധനവും ഓർഡർ ചെയ്യാം. വേണമെങ്കിൽ EMI സംവിധാനവും ലഭിക്കും. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര പ്രത്യേകതകളുമായാണ് ഇ-കൊമേഴ്സ് ഇന്ന് ബിസിനസ് മേഖല അടക്കി ഭരിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ആലിബാബ, ടെമു പോലെയുള്ള കമ്പനികൾ ഇ-കൊമേഴ്സ് മേഖലയിലെ വമ്പൻ കമ്പനികളാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഈ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത് ആ ബിസിനസ് ആശയം പഴഞ്ചനാകാൻ പ്രധാന കാരണമായി. സ്ഥിതി ഇത്രയും രൂക്ഷമായതോടെ MLM കമ്പനികൾ കൂടുതൽ തട്ടിപ്പ് നടത്തി ബിസിനസ് പിടിക്കാൻ നിർബന്ധിതരായി. മനുഷ്യൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കി ബിസിനസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ മിക്ക MLM കമ്പനികളും സ്വീകരിച്ചിരിക്കുന്നത്. ഉദാഹരണം, ആരോഗ്യം, സൗന്ദര്യം, ഫിറ്റ്നസ്, ഇതൊക്കെയാണ് ഇപ്പോൾ MLM കമ്പനികളുടെ പ്രധാന ബിസിനസ് മേഖല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും അസുഖം മാറുമെന്ന് പറഞ്ഞ് വിൽപ്പന നടത്താൻ ലോകത്ത് ഒരിടത്തും അനുവാദമില്ല. അത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. ഇതൊക്കെ അറിവുണ്ടായിട്ടും ഷുഗർ, പ്രഷർ, കിഡ്നി സംബന്ധമായ അസുഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഫുഡ് സപ്ലിമെൻറ്റുകൾ വിൽക്കുന്ന രീതിയാണ് ഇപ്പോഴുള്ള പല MLM കമ്പനികളും നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. 400-ന്റെ മുകളിൽ ഷുഗറുള്ള ഒരാൾ സൗദിയിൽ നിന്ന് ഏകദേശം 15 ലക്ഷം ഒക്കെ മൂപ്പർക്ക് ലോസ് ആയിട്ട് നാട്ടിൽ വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഐ കോഫി എന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത്? ഐ കോഫി ഷുഗർ ഉള്ളവർക്കും ഷുഗർ ഇല്ലാത്തവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേൾഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ളത്. പിന്നീടുള്ളത് സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ്. ഇതും മനുഷ്യരുടെ ബലഹീനതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബിസിനസ്സാണ്.
ഈ ഒരു സോപ്പ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് നമ്മളെ സഹായിക്കും. കുടിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഗ്ലോ കിട്ടുന്ന ഒരു സോപ്പാണ്. മറ്റൊന്ന് ഫിറ്റ്നസ് ആണ്. ചില ജ്യൂസുകൾ കുടിച്ചാൽ വണ്ണം കുറയുമെന്ന് പറഞ്ഞ് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന രീതി. ഹെർബലൈഫ് പ്രോഡക്ട്സ് നമുക്ക് വെയിറ്റ് ലോസിനും വെയിറ്റ് ഗെയിനിനും അതുപോലെ വെയിറ്റ് മെയിൻ്റനൻസിനും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ ഇവർ ഇതിനു വേണ്ടി ചെയ്യുന്നത് ജ്യൂസിനൊപ്പം ചില എക്സസൈസ് ക്ലാസുകൾ കൂടി എല്ലാ ദിവസവും ചെയ്യിപ്പിക്കുന്നു എന്ന കാര്യമാണ്. സത്യത്തിൽ അവർ ജ്യൂസ് കുടിച്ചിട്ടല്ല വണ്ണം കുറയുന്നത്. ഒരു നല്ല ഡയറ്റ് പ്ലാനും കൂടെ കൃത്യമായ എക്സർസൈസുമാണ് അവരുടെ ശരീരഭാരം കുറയാൻ സഹായിച്ചത്. ഇതേ ഡയറ്റ് പ്ലാനും എക്സർസൈസും ഈ ജ്യൂസ് കുടിക്കാതെ തന്നെ ചെയ്താലും അവരുടെ ശരീരഭാരം കുറയുമെന്നുള്ള കാര്യം മനഃപൂർവ്വം അവരിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. അങ്ങനെ ഇപ്പോഴുള്ള പല കമ്പനികളും നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ നിലനിന്ന് പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വന്ന MLM കമ്പനി ഇന്ന് കടുത്ത സാമ്പത്തിക നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇ-കൊമേഴ്സ് കമ്പനികൾ നൽകുന്ന കസ്റ്റമർ ഫെസിലിറ്റി MLM കമ്പനികൾക്ക് നൽകാൻ കഴിയാത്തത് ഈ രംഗത്ത് അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ പെടാപ്പാട് പെടണമെന്നുള്ളത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മനോവീര്യം കെടുത്തുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ്. അതിനാൽ തന്നെ നിരവധി മോട്ടിവേഷൻ ക്ലാസുകൾ സ്ഥിരമായി കൊടുത്തുകൊണ്ടാണ് ഈ പ്രശ്നത്തെ അവർ കൈകാര്യം ചെയ്യുന്നത്. മോട്ടിവേഷൻ ക്ലാസുകൾ പലപ്പോഴും രോഗശാന്തി ശുശ്രൂഷ പോലെയുള്ള പരിപാടികളെ അനുസ്മരിക്കും വിധമാണ് നടത്താറുള്ളത്. ഒരു തരത്തിൽ മനുഷ്യന്റെ തലച്ചോറിലേക്ക് കമ്പനിയോടുള്ള തീവ്രമായ വിശ്വാസം ഇഞ്ചക്ട് ചെയ്യുന്ന രീതി പോലെയാണ്. 1998 കാനഡയിൽ കസ്റ്റംസ് ഫീസിൽ വെട്ടിപ്പ് നടത്തിയതിന് $25 മില്യൺ പിഴ ആംവേ അടക്കേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് നിയമവിരുദ്ധമായ പിരമിഡ് സ്കീമുകൾ നടത്തിയതിനെതിരെ ആംവയ്ക്ക് 2007 $56 മില്യൺ പിഴ അടപ്പിച്ചു. ഹെർബലൈഫ് കമ്പനിക്ക് 2016 ഉപഭോക്താക്കളെ ചേർക്കുന്നതിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൽ US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ $200 മില്യൺ പിഴ ചുമത്തിയിരുന്നു. ബാംഗ്ലൂരു ആസ്ഥാനമായ ഇൻഡസ് വിവ എന്ന കമ്പനി നടത്തിയ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കുകയും బెంగళూరు కేంద్రంగా సాగుతున్న ఈ స్కామ్ గుట్టు రట్టు చేశారు హైదరాబాద్ పోలీసులు. 7 ఏళ్లలో 1,500 కోట్లు కొల్లగొట్టిన ఇండస్ వివా సంస్థ నిర్వాహకులు అభిలాష్ థామస్, ప్రేమ్ కుమార్ తో పాటు 24 మందిని అరెస్టు చేశారు. ఇందులో 3 తెలంగాణకు നിരവധി ആസ്തികളും പണവും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 10 ലക്ഷത്തോളം ആളുകളിൽ നിന്ന് 1,500 കോടി രൂപയോളം പിരിച്ചെടുത്തതായി കണ്ടെത്തുകയും കമ്പനിയുടെ ചെയർമാനെയും സിഇഒയെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സമാനമായ കേസുകൾ ഫോറെവർ പോലുള്ള മറ്റു കമ്പനികൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ 1996 മുതൽ ഇന്ന് വരെയുള്ള കണക്കെടുത്താൽ വെറും 10% താഴെ മാത്രമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ വിജയം കണ്ടിട്ടുള്ളവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.